നമുക്ക് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങൾ ആലോചിക്കാം. ഞാൻ പറയുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചത്. സാധാരണ സഖാക്കൾ ആലോചിക്കുന്നുണ്ട്, CPM പോലൊരു പാർട്ടി, എന്റെ പാർട്ടിയിലെ എത്രയോ സഖാക്കന്മാരെ വെട്ടിക്കൊന്ന RSS സംഘപരിവാർ BJPയോട് എന്തിനിത്ര വിധേയപ്പെടണം എന്ന് സാധാരണ സഖാക്കന്മാർ ആലോചിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി ഈ പാർട്ടിയെ ഇതുപോലെ RSSന് അടിയറ വെക്കുന്നു? അതിന് കാരണമുണ്ട് സാർ. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലായത് 31/1/2024 ഞാൻ പറയട്ടെ, 31/1/2024 മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീലിംഗ്സിൽ SFI അന്വേഷണം പ്രഖ്യാപിച്ചതിന് വേണ്ടിയാണെന്നറിയോ? അതായത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ കോടതി വിധി പറയാൻ തയ്യാറെടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളിതാ അന്വേഷണം ആരംഭിച്ചു എന്ന്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും ആ കേസ് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു സാർ. 8 മാസം സമയമാണ് കൊടുത്തത്. കറക്റ്റായിട്ട് 8 മാസം പൂർത്തീകരിച്ചു. എന്താണ് ഇതുവരെ SFI അന്വേഷണം പുറത്തു വരാത്തത്? അതിന് പിന്നാലെ ഞാൻ ചോദിക്കട്ടെ, ADGP മാത്രമാണോ SFIയിലൂടെ, DYFIയിലൂടെ, CPMയിലൂടെ വന്ന് എല്ലാ പടിയും കയറി നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ആ കൺവീനറായിരുന്ന EP ജയരാജൻ എന്തിനാണ് സാർ ജാവേദ്കറുമായി ചർച്ച നടത്തിയത്? ചുമ്മാ വഴിയെ പോകുമ്പോൾ വീട്ടിൽ കയറി വന്നാന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് മാത്രമാണോ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കൺവീനറായിരുന്ന EP ജയരാജനെ മാറ്റേണ്ടി വന്നു? എത്ര ഇൻസ്റ്റൻസ്, ഒന്നല്ല ഒരുപാട് ഇൻസ്റ്റൻസ് RSSുമായി ബന്ധം CPMുമായി സ്ഥാപിക്കുന്നു. നിങ്ങൾക്ക് മറുപടിയില്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. നിങ്ങളുടെ കടകാഴ്ചയായ CPI നിരവധി വട്ടം ഇത് ആരോപിക്കുന്നു, ആക്ഷേപിക്കുന്നു, ഉയർത്തുന്നു, മറുപടിയില്ല. ഇത് കാണിക്കുന്നത് CPMും RSSുമായിട്ടുള്ള ബന്ധം. ഇനിയിപ്പോ ഇവിടെ വായിച്ചില്ലേ സാർ, ഇപ്പോ ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു. ഈ ജഡ്ജ്മെന്റ് സാധാ ഇപ്പോ BJPക്കാരുടെ പ്രസംഗം എന്താണ്? BJPയുടെ പ്രസംഗം കേട്ട പൊതുയോഗത്തിൽ പ്രസംഗമില്ലേ? സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി, സുരേന്ദ്രനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സാർ? ആ ജഡ്ജ്മെന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഔദാര്യത്തിലാണ് സാർ സുരേന്ദ്രൻ കുറ്റവിമുക്തനായത്. BJPയുടെ RSSന്റെ ഈ ചെയിൻ ഓഫ് ഈവന്റ്സ് എന്തിനു വേണ്ടി? നിരവധി സഖാക്കന്മാരെ വെട്ടിക്കൊന്ന RSSന്റെയും സംഘപരിവാറിന്റെയും കീഴിൽ ഈ പാർട്ടി അടിയറ വെച്ച് ഈ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും ചോർത്തിക്കളഞ്ഞത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാർ.